ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞു നിരവധി കുട്ടികളെ ഇത്തരം പ്രവണതകളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു, അത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നൊക്കെ. ഒരുപക്ഷെ മകൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ തളർന്നു പോകാതെ ധീരമായി മുന്നോട്ട് പോകണം, തുറന്നു പുറത്തു പറയണം എന്നൊക്കെ തീരുമാനിക്കാൻ അങ്ങേ പ്രേരിപ്പിച്ചത് പഴയ അനുഭവങ്ങളാണ്? അല്ല, ഇതിൽ മുഴുവൻ കുട്ടികളും ഇതിനടിമയായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മകൻ്റെ തന്നെ കൂട്ടുകാരെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഇതിനടിമയായി. ഞാൻ തുറന്നു പറയുമ്പോൾ അവർ രക്ഷാകർത്താക്കളെങ്കിലും അത് ഒന്ന് ശ്രദ്ധിക്കട്ടെ. അതിനുവേണ്ടി എൻ്റെ ഒരു പ്രയത്നമാണ് ഇത്. നമ്മുടെ ഈ ചെറിയ പ്രയത്നം കൊണ്ട് എല്ലാ രക്ഷകർത്താക്കളും ഇത് ശ്രദ്ധിക്കണം. ഒരു വ്യത്യാസവും ഇല്ലാതെ 5-6 മാസം ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരു മകനെ എനിക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സംശയത്തിൻ്റെ ലാഞ്ചന പോലും അതിലില്ല. ഞാൻ ധൈര്യമായിട്ട് എൻ്റെ മോൻ ഇതെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ മകൻ തന്നെ ഇന്ന് എന്നോട് ഇപ്പോഴും എൻ്റെ കൂട്ടത്തുണ്ട്. കാര്യം ഞാൻ ശരിക്കൊരു 5-6 മാസത്തിനിടയിൽ ഇങ്ങനെ ഇത്ര സമയമില്ല. പക്ഷേ ഇന്നലെ മുതൽ മോൻ എൻ്റെ കൂട്ടത്താണ്. ഞാനിന്നിപ്പോൾ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കൂട്ടത്ത് എൻ്റെ മോനിരിപ്പുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് ഇനി വീട്ടിൽ പോകാൻ പോണത്. ഞാൻ അവൻ തിരുത്താമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി വേറൊന്നും പറയാനില്ല. അവൻ തിരുത്തിയാൽ അവനോടുകൂടി ഒരുപാട് കുട്ടികളെ എനിക്ക് തിരുത്താനുള്ള ഒരു ധൈര്യമുണ്ട്. ഞാൻ പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ കേൾക്കും. എൻ്റെ മകനും വയസ്സ് 27 എൻ്റെ മകനാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൻ അത് ഇനി മുമ്പോട്ട് പോവില്ല. കാര്യം ഞാൻ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം അച്ഛനൊപ്പം അധിക നേരം ഇരിക്കാം, അച്ഛനൊപ്പം നിൽക്കാം എന്ന തീരുമാനമെടുത്തതെന്ന് തോന്നുന്നു. അല്ല, അത് കുറ്റബോധം ഉണ്ടായി. കുറ്റബോധം എന്ന് പറഞ്ഞാൽ ഇന്നലെ എൻ്റെ മകൻ കാരണം എല്ലാ ചാനലുകളിലും VSTP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മകൻ എന്ന് പറഞ്ഞ് MDMA-ക്കാൾ വലിയ പ്രാധാന്യം ചന്ദ്രശേഖരന് കൊടുത്തുകൊണ്ട് വാർത്തയായിരുന്നു. ഇതും എൻ്റെ മോൻ കേട്ടു. അതിനൊന്നും ഞാൻ പൊട്ടിത്തെറിച്ചില്ല. കാരണം ഞാൻ എൻ്റെ മകനെ ഇപ്പോൾ സഹായിച്ച് നിയമപരമായിട്ടൊന്നും ഞാനൊരു പോലീസ് ഓഫീസറെ ഇതുവരെ വിളിച്ചിട്ടുമില്ല. ഒരു കേസിനും എൻ്റെ മകൻ്റെ കേസെന്ന് പറഞ്ഞാലും പിടിച്ച പോലീസുകാരനെ എനിക്കിനി വിളിക്കണം. കാരണം വേറൊന്നുമല്ല, നാളെ ആയാലും ഞാൻ വിളിക്കും ഒരു നന്ദി പറയാൻ. അല്ലാതെ എനിക്ക് അവർ ചെയ്തത് തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മോൻ ഇനി അത് ചെയ്യൂല എന്ന് പറയുമ്പോൾ അതായത് അങ്ങയുടെ മകനെ ഇങ്ങനെ പോലീസ് പിടിക്കുന്നു, എന്നിട്ട് വിടുന്നു, അങ്ങേ അറിയിച്ചോ? ഇല്ല, പോലീസ് എന്നെ അറിയിച്ചില്ല. അതൊരു തെറ്റതിന് ശേഷമാണ്. അതൊരു തെറ്റല്ല, ശരിക്ക് അതൊരു തെറ്റാണ്. അതൊരു തെറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് തന്നെ പോലീസ് എൻ്റെ മകൻ്റെ അവൻ്റെ വലിയമ്മയുടെ മകനെ പോലീസ് ഇവനെ കൊണ്ട് വിളിപ്പിച്ചു. റജു എന്ന് പറഞ്ഞ എൻ്റെ ഒരു മകനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോഴും എന്നെ ഇത് വിടുന്നു. പക്ഷേ ആ സമയത്ത് എന്നെ അറിയിക്കണം. അത് മാത്രമല്ല, ഈ പോലീസ് ഓഫീസറെ എനിക്ക് ഇതുവരെ പിടികിട്ടില്ല. എന്തായാലും അത് വേറെന്തെങ്കിലും വിവരങ്ങൾ അവൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് അച്ഛനെന്ന നിലയിൽ എനിക്ക് കൈമാറണം. എനിക്കവനെ തിരുത്താനുള്ളതാണ്. അവനെ മാതൃകയായിട്ട് ജനങ്ങളെ മുന്നിൽ അവൻ്റെ കൂട്ടുകാരെയും തിരുത്തിക്കൊണ്ട് 27 വയസ്സുള്ളവൻ ഇനി ഒരുപാട് കാലം ജീവിക്കാം. അതിന് എല്ലാ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എല്ലാവർക്കും അറിയാം, കുട്ടികൾക്കറിയാം, എല്ലാവരും എന്നെ വിളിക്കുക. അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് തിരുത്തപ്പെടാം. പിന്നെ ഈ ലഹരി മാഫിയയെ ഒതുക്കുന്ന കാര്യത്തിന് ഇപ്പോൾ ജോർജ് ജോസഫ് സാർ അതിലിരിപ്പുണ്ടല്ലോ. അദ്ദേഹമാണ് പണ്ട് കാറ് തെറ്റ് കേസൊക്കെ നടത്തി. എനിക്ക് നേരിട്ട് അറിയാം അദ്ദേഹത്തിനെ. തൻ്റെ ഇടമായിട്ട് കാര്യങ്ങൾ നേരിടണം. അതുപോലെ ആരെങ്കിലും തൻ്റെ ഇടമായിട്ട് ഈ കള്ളവാറ്റുകാരൻ്റെയും കരിഞ്ചന്തക്കാരൻ്റെയൊക്കെ കാശ് വാങ്ങാത്ത, ലഹരിക്കാരന് കൂട്ടുനിൽക്കാത്ത ഓഫീസർമാരാരെങ്കിലുമൊക്കെ രംഗത്ത് വരാൻ തയ്യാറായാൽ ഇത് പരിഹരിക്കപ്പെടും. അത് പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ രക്ഷകർത്താക്കളും അവരുടെ മക്കളെ അന്ധമായി വിശ്വസിക്കരുത്, അവരെ പുറകെ നോക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.